കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ BA എക്കണോമിക്സുകാരുടെ സെക്കൻഡ് സെമിസ്റ്ററിലെ കോംപ്ലിമെൻ്ററി കോഴ്സായിട്ടുള്ള ഇൻട്രൊഡക്ഷൻ ടു പൊളിറ്റിക്കൽ സയൻസിലെ ഫസ്റ്റ് മൊഡ്യൂൾ ആയിട്ടുള്ള കൺസെപ്റ്റ് ഓഫ് പൊളിറ്റിക്കൽ സയൻസിൽ നമ്മൾ ആദ്യ ഭാഗം ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ മീനിങ്, നേച്ചർ, സ്കോപ്പ്, ഇമ്പോർട്ടൻസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ഭാഗമാണിത്. അതായത് ഇത് നമ്മൾ പഠിക്കാൻ പോകുന്നത് അപ്രോച്ചസ് ആണ്. ഈ അപ്രോച്ചസ് എന്ന് പറയുന്നത് ട്രഡീഷണൽ ഉണ്ട്, മോഡേൺ ഉണ്ട്, ബിഹേവിയറൽ ഉണ്ട്, അതുപോലെ പോസ്റ്റ് ബിഹേവിയറലും, അതുപോലെ തന്നെ മാർക്സിയനും, അങ്ങനെ ഇത്തരം കാര്യങ്ങളാണ് ഈ അപ്രോച്ചസിൽ നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ ആദ്യം തന്നെ നമുക്ക് പഠിക്കാനുള്ളത് ട്രഡീഷണൽ അപ്രോച്ചാണ്. അതായത് ഒരു രാഷ്ട്രത്തിൻ്റെ ഉത്ഭവം അല്ലെങ്കിൽ ഒരു ഭരണകൂടത്തിനുള്ള ചുമതലകൾ, അതുപോലെ തന്നെ മറ്റ് ഈ പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെയൊക്കെ തന്നെ പ്രവർത്തനങ്ങൾ എന്നിവയുടെയൊക്കെ ഒരു പഠനമായിരുന്നു ആദ്യത്തെ ഈ ട്രഡീഷണൽ അപ്രോച്ചസിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ട്രഡീഷണൽ അപ്രോച്ചസിൽ തന്നെ നമുക്ക് 5 കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. നോർമേറ്റീവ് അപ്രോച്ച് പഠിക്കണം, ഫിലോസഫിക്കൽ, അതുപോലെ തന്നെ ലീഗൽ, ഹിസ്റ്റോറിക്കൽ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ അപ്രോച്ച്. അപ്പോൾ നമ്മൾ ട്രഡീഷണൽ അപ്രോച്ചസിലാണ് ഈ 5 കാര്യങ്ങൾ പഠിക്കുന്നത്. ഏതൊക്കെയാണ്? നോർമേറ്റീവ്, ഫിലോസഫിക്കൽ, ലീഗൽ, ഹിസ്റ്റോറിക്കൽ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ അപ്രോച്ച്. ഇതിൽ നോർമേറ്റീവ് അപ്രോച്ചിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, നോർമേറ്റീവ് അപ്രോച്ച് ഈസ് ബേസ്ഡ് ഓൺ എത്തിക്സ് ആൻഡ് ഫിലോസഫി ആൻഡ് ബിലീവ്സ് ഇൻ ദി ആപ്ലിക്കേഷൻ ഓഫ് reason to the study of human affairs. Plato and Aristotle are the founders of normative approaches to politics. They visualized the goal of an ideal state. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് ഇതിൽ പറയുന്നത്. അതായത് ഒരു ആദർശ രാഷ്ട്രം അല്ലെങ്കിൽ ഒരു ഐഡിയൽ സ്റ്റേറ്റ് കെട്ടിപ്പടുക്കുക എന്നതായിരുന്നു പ്ലേറ്റോയുടെയും അരിസ്റ്റോട്ടിലിൻ്റെ ഒക്കെ തന്നെ ലക്ഷ്യം. അവർ അതിനു വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതായത് രാഷ്ട്രം, ഗവൺമെൻറ്, മറ്റ് രാഷ്ട്രീയ സ്ഥാപനങ്ങളൊക്കെ തന്നെ അതിനെയൊക്കെ പഠന വിധേയമാക്കുന്നത് എങ്ങനെയാണ്? ചരിത്രത്തെയും അതിൻ്റെ തത്വശാസ്ത്രങ്ങളെയൊക്കെ തന്നെ കൂട്ടിച്ചേർത്തുകൊണ്ടാണ്. അതുപോലെ തന്നെ പൊതുവിൽ അവർ കാണുന്ന വലിയ പ്രശ്നങ്ങൾക്ക്, അതായത് സൊസൈറ്റിയിൽ ഉണ്ടാകുന്ന വലിയ പ്രശ്നങ്ങൾക്ക് അവർ മുൻഗണന നൽകുകയും, അതുപോലെ തന്നെ സമൂഹത്തെ സാരമായിട്ട്, അതായത് ചെറിയ രീതിയിലൊക്കെ ബാധിക്കുന്ന അല്ലെങ്കിൽ ചെറിയൊരു വിഭാഗം ആൾക്കാരെയൊക്കെ ബാധിക്കുന്ന പ്രശ്നങ്ങളെയൊക്കെ തന്നെ അവർ അവഗണിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സമീപനം ജനങ്ങൾക്കിടയിൽ അടിസ്ഥാനപരമായിട്ട് അവർ നല്ലവരാണോ, അതുപോലെ തന്നെ വ്യക്തിഗതവും കൂട്ടായ്മയായിട്ട് ഗ്രൂപ്പായിട്ടൊക്കെ കഴിവുകൾക്കനുസരിച്ചിട്ട് അവർ നന്മ ചെയ്യുന്നവരാണെന്നൊക്കെ അർത്ഥം വരുന്നൊരു ധാർമ്മിക വീക്ഷണം വേണം എന്നുള്ളൊരു ലെവലിലാണ് അവർ ഇത്രയും ചെയ്തിരിക്കുന്നത്. പക്ഷേ ഈ കാരണത്താൽ തന്നെ എന്ത് ചെയ്യാണ്? ജനങ്ങളുടെ താല്പര്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് പൊതുവായിട്ടുള്ള കുറച്ച് വാല്യൂസ് അല്ലെങ്കിൽ പുതിയ പദ്ധതികളൊക്കെ തന്നെ അവർക്ക് കൊണ്ടുവരികയും അതൊന്നും ജനങ്ങൾക്ക് അനുസരിക്കാൻ കഴിയാതെയും വരികയാണ്. അടുത്തത് പഠിക്കാൻ പോകുന്നത് ഫിലോസഫിക്കൽ അപ്രോച്ചാണ്. The oldest approach to the study of political science is philosophical. This method is employed in deducting some important principles of political science. It is also known by the name of speculative, ethical and physical approaches. The method is also known to be deductive method. ഫിലോസഫിക്കൽ അപ്രോച്ച് എന്ന് പറയുന്നത് ഓൾഡസ്റ്റ് അപ്രോച്ചാണ്. അതുപോലെ തന്നെ ഇത് ഒരുപാട് പേരുകളിൽ അറിയപ്പെടുന്നത്, അതായത് സ്പെക്യുലേറ്റീവ്, എത്തിക്കൽ, മെറ്റഫിസിക്കൽ, അതുപോലെ തന്നെ ഡിഡക്റ്റീവ് മെത്തേഡ് എന്നൊക്കെ തന്നെ ഈ ഫിലോസഫിക്കൽ അപ്രോച്ച് പറയുന്നുണ്ട്. ഇറ്റ് ഇംപ്ലൈസസ് ദാറ്റ് ദ പ്രിൻസിപ്പിൾ ഷുഡ് ബി ഡിഡക്റ്റഡ് ഫ്രം എ നമ്പർ ഓഫ് ജനറൽ ട്രൂത്ത് ഓർ അസംഷൻസ്. സോ നമ്മൾ ഇതിലൊരു വേർഡ് ശ്രദ്ധിക്കണം, അതായത് ഫിലോസഫിക്കൽ. ആ ഫിലോസഫിക്കൽ എന്ന വേർഡ് പറയുമ്പോൾ തന്നെ തോട്ട്സുമായിട്ട് അത് റിലേറ്റ് ചെയ്യാം. അതായത് ഇതിൽ പറയുന്നത്, ഇത് പൊളിറ്റിക്കൽ സയൻസിനെ പഠിക്കുക എന്ന് പറയുന്ന, അല്ലെങ്കിൽ അതൊരു സ്റ്റേറ്റിൽ എങ്ങനെ വരുന്നു എന്നതിനെ കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ അവർ കുറച്ചുകൂടി തോട്ട്സ് അല്ലെങ്കിൽ അത് കുറച്ചുകൂടി എത്തിക്കലായിട്ടുള്ള രീതിയിലൊക്കെ തിങ്ക് ചെയ്യുന്നുണ്ട്. അതായത് ഒരു ഐഡിയൽ സ്റ്റേറ്റ് എങ്ങനെ കൊണ്ടുവരാം, അതൊക്കെയാണ് ഇതിലും തിങ്ക് ചെയ്തിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ. സോ ഈ ഫിലോസഫിക്കൽ അപ്രോച്ചസിൽ പ്രാക്ടിക്കൽ ആയിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങളൊന്നും അല്ല പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കുറച്ചുകൂടി ഫിലോസഫിക്കൽ, കുറച്ച് തോട്ട്സ് കാര്യങ്ങൾ, അതുപോലെ തന്നെ എങ്ങനെ ഒരു ഐഡിയൽ സ്റ്റേറ്റ് വേണം, ഐഡിയൽ സ്റ്റേറ്റിലെ ഭരണാധികാരി എങ്ങനെ വേണം, അങ്ങനത്തെ കുറച്ച് തിങ്കിങ് അതാണ് ഇതിനകത്ത് വരുന്നത്. അതാണ് ഫിലോസഫിക്കൽ അപ്രോച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഭാഗമൊക്കെ ഒന്ന് നന്നായിട്ട് വായിച്ചു നോക്കാം. അടുത്തെന്ന് പറയുന്നത് ലീഗൽ അപ്രോച്ചാണ്. ഇതിൽ പറയുന്നത് എന്താ നോക്കൂ. ഇറ്റ് ട്രീറ്റ്സ് ഓർഗനൈസ്ഡ് സൊസൈറ്റി നോട്ട് ആസ് എ സോഷ്യൽ ഓർ പൊളിറ്റിക്കൽ ഫിനോമിനൻ but a purely judicial regime, an example of public law, rights and obligations founded on a system of pure logic and reason. It implies that the state as an organism of growth and development cannot be understood without the consideration of those forces and factors that constitute the domain of law and justice. ലീഗൽ അപ്രോച്ച് എന്ന് പറയുന്നത്, നമ്മൾ പേര് പോലെ തന്നെ ലീഗലി ആണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. ഇതിൽ സൊസൈറ്റീനെ ഒരു സോഷ്യൽ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഫിനോമിനലല്ല കാണുന്നത്,
ഫുള്ളായിട്ടൊരു ജുഡീഷ്യൽ റെജിമിലാണ് കാണുന്നത്. അതുപോലെ തന്നെ ഇതിലെ എല്ലാ കാര്യങ്ങളും എടുക്കുന്നത്, അത് ലോ പ്രിസ്ക്രൈബ്സ് ആക്ഷൻ ടു ബി ടേക്കൺ ഇൻ എ ഗിവൺ സിറ്റുവേഷൻസ് ആൻഡ് ദ ഫോർബിഡ്സ് ദ സെയിം ഇൻ സം അതർ സിറ്റുവേഷൻസ്. അതായത് ലോ ആൻഡ് ഓർഡർ, അതായത് ലോ ആൻഡ് ജസ്റ്റിസ്, അങ്ങനത്തെ കാര്യങ്ങളാണ് ഇവിടെ മെയിനായിട്ട് വരുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഒരു പൊളിറ്റിക്കൽ സയൻസിൻ്റെ അപ്രോച്ച് വരുന്നത്, ലീഗലി എന്ന അതിൻ്റെ ബേസിസിലാണ് ഇവിടെ വരുന്നത്. അടുത്തത് ഹിസ്റ്റോറിക്കൽ അപ്രോച്ചാണ്. Historical approach dates back to the time of Aristotle, who firmly believed that the study of the origin and the development of politics was most essential if we want to understand political facts. പൊളിറ്റിക്കൽ സയൻസിലെ ഹിസ്റ്റോറിക്കൽ അപ്രോച്ചസിന് എന്താണ് പ്രാധാന്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ മുൻപ്, അതായത് ഹിസ്റ്ററി ഓഫ് സ്റ്റേറ്റ്സ് നമ്മൾ എടുക്കേണ്ടി വരും. കാരണം മുൻപുണ്ടായിരുന്ന സ്റ്റേറ്റ്സ് ഇങ്ങനൊരു പ്രോബ്ലത്തിനെ ഫേസ് ചെയ്തത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഇങ്ങനൊരു ഇഷ്യൂവിനെ എങ്ങനെ കണ്ടു, അല്ലെങ്കിൽ അവരുടെ അപ്രോച്ചസ് എങ്ങനെയായിരുന്നു, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ സ്റ്റഡി ചെയ്ത് കഴിഞ്ഞാലാണ് അവർ നേരിട്ടിട്ടുണ്ടായിരുന്ന ഒരുപാട് പ്രശ്നങ്ങളെക്കുറിച്ചിട്ടും അല്ലെങ്കിൽ അവർ കണ്ടുപിടിച്ച കുറച്ച് കാര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെ നമ്മൾ മനസ്സിലാവുള്ളൂ. അത് തന്നെയാണ് ഇതിൽ പറയുന്നത്. അക്കോർഡിംഗ് ടു J.W. Garner, it is almost a common place today to affirm the necessity of historical study as a basis for the scientific investigation of political institutions which have historical backgrounds. Lasky point out that the study of politics must be an effort to codify the results of experience in the history of states. അതായത് ഹിസ്റ്റോറിക്കൽ അപ്രോച്ച്, നമ്മളിപ്പോൾ എന്ത് കാര്യങ്ങളും ചരിത്രത്തിലൂടെയാണ് പഠിച്ചെടുക്കാറ്. സോ അതിന് നേരിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ പോകണം ഒരു സ്റ്റേറ്റിന് വേണ്ടി, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ലോ ആൻഡ് ഓർഡർ കൊണ്ടുവരാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിലും മുൻപ് ചെയ്ത സ്റ്റേറ്റ്സിന് അതിൻ്റെ ഹിസ്റ്ററി നമ്മൾ എടുത്തിട്ട് ഇതിനെക്കുറിച്ചിട്ട് സയൻറ്റിഫിക് ആയിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. അതാണ് ഈ ഹിസ്റ്റോറിക്കൽ അപ്രോച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഈ അപ്രോച്ചസിൻ്റെ ഒക്കെ തന്നെ, അതായത് ട്രഡീഷണലിൻ്റെ അണ്ടറിലാണ് ഇതൊക്കെ വരുന്നത്. അത്യാവശ്യം ചെറിയ ഒരു 5-6 പോയിൻറ്റ്സ് ഒക്കെ ഇതിനെക്കുറിച്ചിട്ട് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ എക്സാമിന് എഴുതാൻ വേണ്ടി എളുപ്പമായിരിക്കും. അടുത്ത് പഠിക്കാനുള്ളത് ഇൻസ്റ്റിറ്റ്യൂഷണൽ അപ്രോച്ചാണ്. ഇൻസ്റ്റിറ്റ്യൂഷണൽ അപ്രോച്ചിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈസ് എ സിസ്റ്റം ഓഫ് പൊളിറ്റിക്കൽ അനാലിസിസ് which assumes certain ethical priorities and tries to realize it through the government. ഇതിൽ പറയുന്നത് ഒരു സ്ഥാപിത സമീപനമാണ്. അതായത് നീതിശാസ്ത്രങ്ങൾക്ക് മുൻഗണന നൽകുന്നതും ഗവൺമെൻറ് എന്ന് പറയുന്ന ഒരു ആശയത്തിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതുമായിട്ടുള്ള ഒരു വിശകലന രീതിയാണ് എന്ന് പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂഷണൽ അപ്രോച്ച് എന്ന് പറയുന്നത്. അതായത് ഇത് നിയമപരവും ചരിത്രപരമായിട്ടുള്ള രീതിയിലൊക്കെ തന്നെ പ്രാധാന്യം നൽകുന്നുണ്ട് എന്നുണ്ടെങ്കിലും ദേശീയവും, അതായത് അന്തർദേശീയവുമായിട്ടുള്ള രാഷ്ട്രീയ നയങ്ങളൊക്കെ അതിനെക്കുറിച്ചിട്ടൊക്കെ പഠിക്കുക. അതുപോലെ തന്നെ ഭരണഘടനയെക്കുറിച്ചും ഔദ്യോഗിക മേഖലയെക്കുറിച്ചും രാഷ്ട്രീയ പാർട്ടികൾ, അതുപോലെ തന്നെ നിയമനിർമ്മാണ സഭകൾ, ഇവയെക്കുറിച്ചൊക്കെ തന്നെ ഇവർ പ്രത്യേകമായിട്ട് പഠിക്കുക. അപ്പോൾ ഇതൊരു കാര്യമാണ് ഇതിൽ മെയിനായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. This approach has been criticized for being too narrow as it ignores the individual. Another problem of institutional approach is that the meaning of the institution varies with the view of the scholar. ഇതിൻ്റെ ഒരു ഡീമെറിറ്റ് ആയിട്ട് പറയുന്നത് വ്യക്തികളെയൊക്കെ അവഗണിക്കുന്ന തരത്തിലാണ് ഇവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെ.